നമസ്കാരം. ഇന്ന് എൻ്റെ കൃഷിത്തോട്ടത്തിൽ, നമ്മുടെ അമ്മച്ചിയുടെ കൃഷിത്തോട്ടത്തിലെ മറ്റൊരു കുഞ്ഞൻ സാധനത്തെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഇതെന്താ ഇത്ര പരിചയപ്പെടുത്താൻ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തിരി കുഞ്ഞനെ നമ്മളെല്ലാം സ്നേഹിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണിത്. കാരണം ഇതിൻ്റെ ചെറിയ പുളിയും ആ മധുരവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി വൈറ്റമിൻ റിച്ചാണ് നമ്മുടെ ഈ മൾബറി. അതായത് വൈറ്റമിൻ സിയും കെയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒപ്പം അയണും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണെന്ന് തന്നെ പറയാം. നമ്മൾ 2000 അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന പല ഡ്രൈ ഫ്രൂട്ട്സിനെക്കാട്ടിലും വളരെ എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ കൃഷിത്തോട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മൾ മരുന്നുകളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും നമ്മൾ മരുന്ന് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം വലുതായിട്ടൊന്നും ഇതിനെ ഒരു കീടങ്ങളും ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് വളപ്രയോഗവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ചാണകപ്പൊടിയാണ് ഇതിനും ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, നന്നായിട്ട് വെള്ളം കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും മതി നമ്മുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ചെടികൾക്കൊന്ന് വളർന്നു വരാൻ. ഒപ്പം ഇതിനൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടാൽ, ഇത് കണ്ടില്ലേ, നമുക്ക് കൈ നിറച്ച് ഇതുപോലുള്ള മൾബറി പിച്ചാൻ പറ്റും. അതും എന്നും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് കാര്യം. ഒന്നിടാടം നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നും നല്ല പഴുത്ത് കിനിഞ്ഞ് നിൽക്കുന്ന ഇതുപോലുള്ള മൾബറി നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരും ഷുഗറുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഒരാഴ്ച അടുപ്പിച്ച് രാവിലെ ഒന്ന് കഴിച്ചിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യും. കുട്ടികളൊക്കെയാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അവരുടെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഈ മൾബറി എന്ന് പറയുന്നത്. ഇതിൻ്റെ സീസൺ നമുക്കറിയാം. നോർമലി നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സീസണായിട്ടുള്ള ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് കിട്ടുന്നത്. മഴയായി കഴിഞ്ഞാൽ നമുക്കിത് ഇച്ചിരി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും നമ്മുടെ തൊടിയിൽ ഒരു ചെറിയ മൾബറിയുടെ കമ്പ് വാങ്ങി നടണം.